നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കുവൈറ്റിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് പൗരത്വം നേടിയവരുടെ പൗരത്വം റദ്ദാക്കൽ നടപടികൾ തുടരുന്നു. ഇതുവരെ റദ്ദാക്കിയത് 962 പേരുടെ പൗരത്വം. കർശന നടപടി തുടരുമെന്ന് ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫി. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നാളെ ഹാജരാകാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ്. ഷൈനിനെ കിട്ടാത്തതിനാൽ പോലീസ് തൃശൂരിലെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷൈനിന്റെ പിതാവ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗിക്കൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിലമ്പൂരിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്മാറണമെന്ന കോൺഗ്രസ് ആവശ്യം PV അൻവർ തള്ളി. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ല എന്ന് AP അനിൽകുമാറുമായുള്ള ചർച്ചയിലും ആവർത്തിച്ച് PV അൻവർ. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് തീവ്ര ക്രിസ്ത്യൻ സാമൂഹ്യ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ. മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയായി കാസ. നിയമ ഭേദഗതി മുനമ്പം നിവാസികൾക്ക് നിർണായകമെന്ന് കാസ. ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ച വിശ്വാസികൾ. ലഹരിക്കെതിരെ ഒന്നിക്കണമെന്ന സന്ദേശം നൽകി കർദിനാൾ മാർ ക്ലിമിസ് ബാവ. മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജനറ്റോ. മുനമ്പം വിഷയം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. വിശദമായ വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് പൗരത്വം നേടിയവരുടെ പൗരത്വം അനുദിനം റദ്ദാക്കപ്പെട്ടുകൊണ്ടിരിക്കെ രേഖകൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ പുറത്തുവന്നു. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം 962 പേരുടെ പൗരത്വം റദ്ദാക്കിയിരുന്നു. പൗരത്വം ലഭിക്കുന്നതിനായി ഇവർ സമർപ്പിച്ച രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഒരു കേസിൽ മകന് മാതാവിനേക്കാൾ 3.5 മാസം പ്രായക്കൂടുതൽ ഉള്ളതായി കണ്ടെത്തിയത്. വ്യാജ കുവൈത്ത് പൗരത്വമുള്ള സിറിയക്കാരനെതിരെ 8 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ അന്വേഷണ സമിതിക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. പരാതിയിൽ അന്ന് അന്വേഷണം ആരംഭിച്ചതോടെ ഇയാൾ അതേ വർഷം കുവൈത്തിൽ നിന്ന് കടന്നുകളഞ്ഞു. പിന്നീട് ഉന്നതതല സ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചുമായ്ച്ചു കളയുകയും ഇയാൾ വീണ്ടും കുവൈത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ആക്ടിംഗ് പ്രധാനമന്ത്രി ഫഹദ് അൽ യൂസഫിൻ്റെ മേൽനോട്ടത്തിൽ വ്യാജ പൗരത്വ കേസുകളുടെ പരിശോധന ശക്തമാക്കിയതോടെ വീണ്ടും ഇയാൾ രാജ്യം വിടുകയും ഇയാൾ സിറിയയിൽ വെച്ച് മരണപ്പെട്ടുവെന്ന വ്യാജരേഖകൾ കുവൈറ്റിലുള്ള മക്കൾ വഴി ഹാജരാക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഇയാളുടെ കുവൈത്തിലുള്ള മക്കളെ വിളിച്ചു വരുത്തി DNA പരിശോധനകൾക്ക് വിധേയമാക്കി. മറ്റൊരു കുവൈത്തി പൗരൻ്റെ സഹോദരൻ ആണെന്ന വ്യാജേനയാണ് ഇയാൾ പൗരത്വം നേടിയത്. ഇയാളുടെ വ്യാജ സഹോദരനായ സ്വദേശിയുടെയും ഇയാളുടെ മക്കളുടെയും DNA സാമ്പിളുകൾ എടുത്തു നടത്തിയ പരിശോധനയിൽ ഇവർ തമ്മിൽ കുടുംബബന്ധം ഇല്ല എന്ന് തെളിയുകയായിരുന്നു. ഇത്തരത്തിൽ 86 പേരാണ് ഇയാളുടെ ബന്ധുത്വത്തിൽ കുവൈത്ത് പൗരത്വം നേടിയത്. അമൃത ന്യൂസ്, കുവൈറ്റ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ച് ഗൾഫിലെ ക്രൈസ്തവ വിശ്വാസികളും. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അബുദാബി മുസഫയിലെ സെന്റ് പോൾസ് കാതോലിക്ക പള്ളിയിലെ മലയാളം കൂട്ടായ്മയുടെ ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് ഫാദർ ടോം ജോസഫ് നേതൃത്വം നൽകി. പീഡാനുഭവ വായന, കുരിശിന്റെ വഴി, ആരാധന, വിശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയ ചടങ്ങുകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു. അബുദാബി സെന്റ് ജോർജ് കത്തീഡ്രലിൽ, ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയം എന്നിവിടങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ആരാധനാ ശുശ്രൂഷകൾ നടന്നു. ഈസ്റ്റർ പ്രമാണിച്ച് സൗജന്യ ബസ് സർവീസുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായ് എനർജി മെട്രോ സ്റ്റേഷനിൽ നിന്നും ജബൽ അലിയിലെ ക്രിസ്ത്യൻ ചർച്ച് കോംപ്ലക്സിലേക്കാണ് സൗജന്യ ബസ് സർവീസ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 18 മുതൽ 20 വരെ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ സർവീസ് ഉണ്ടാകും. ഈദ് മെഹ്ത മെട്രോ സ്റ്റേഷനിൽ നിന്നും ചെറിയ ദൂരം മാത്രമാണ് ജബൽ അലിയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കുള്ളത്. സഹവർത്തിത്വം, സഹിഷ്ണുത, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള UAE ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഈസ്റ്റർ പ്രമാണിച്ചുള്ള ഈ സൗജന്യ ബസ് സർവീസ് എന്ന് ദുബായ് RTA സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു.
16ാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് ഏപ്രിൽ 23-ന് തിരിതെളിയും. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ 22 രാജ്യങ്ങളിൽ നിന്നുള്ള 122 പ്രസാധകർ പങ്കെടുക്കും. 1000-ലേറെ സാംസ്കാരിക പരിപാടികളും വായനോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. 70 രാജ്യങ്ങളിൽ നിന്നും കുട്ടികളുടെ എഴുത്തുകാർ ഉൾപ്പെടെ 100-ലേറെ അതിഥികൾ മേളയിൽ സംബന്ധിക്കാനായി ഷാർജയിലെത്തും. നാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വിദഗ്ധർ നയിക്കുന്ന 600-ലേറെ പരിശീലന പരിപാടികളും മേളയുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. ഷാർജ എക്സ്പോ സെന്ററിലാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ വായനോത്സവം ഒരുക്കിയിട്ടുള്ളത്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായുള്ള കർശന പരിശോധനയിൽ എല്ലാ മാസവും കുറഞ്ഞത് 6000 ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് ഷാർജ പോലീസ്. ലൈസൻസ് ഇല്ലാത്തതും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ ബൈക്കുകളാണ് പിടികൂടുന്നത്. പ്രാദേശികമായി നിർമ്മിക്കുന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതുമായ ബോഷ്ര ബൈക്കുകളാണ് പിടിച്ചെടുക്കുന്നതിലേറെയും. നിയമപരമായി ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അതിനായുള്ള പ്രത്യേക പാതകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഷാർജ പോലീസ് അറിയിച്ചു. മലിഹ റോഡ്, അൽഹിറ ബീച്ച്, പാർക്കുകൾ എന്നിവിടങ്ങളിൽ ബൈക്കുകൾക്കുള്ള പ്രത്യേക പാതകളുണ്ട്. സമാനമായ സൗകര്യം വിപുലപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻ ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഗതാഗത നിയമത്തിലെ സമീപകാല ഭേദഗതികൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ബഹുഭാഷ അവബോധ ക്യാമ്പയിൻ ആരംഭിച്ചു. പൗരന്മാരെയും പ്രവാസികളെയും റോഡിലെ തങ്ങളുടെ നിയമപരമായ ബാധ്യതകളെക്കുറിച്ച് പൂർണ്ണമായി അറിയിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി മന്ത്രാലയം കുവൈറ്റിൽ വ്യാപകമായി സംസാരിക്കുന്ന 6 ഭാഷകളിലേക്ക് പ്രധാന ഗതാഗത നിയന്ത്രണങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, പേർഷ്യൻ, ഹിന്ദി, ബംഗാളി, ഉറുദു, ഫിലിപ്പീനോ എന്നിവയാണ് 6 ഭാഷകൾ. ഗതാഗത സംബന്ധമായ അപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കുക, ഗതാഗത നിയമങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, നിയമനിർമ്മാണ അപ്ഡേറ്റുകൾ എന്നിവ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതെല്ലാമാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക മന്ത്രാലയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുന്ന ഒരു QR കോഡ് വഴി പൗരന്മാർക്കും താമസക്കാർക്കും വിവർത്തനം ചെയ്ത മെറ്റീരിയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസിന്റെ നോട്ടീസ്. ഷൈനിന്റെ തൃശൂർ തൈപ്പറമ്പിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. ഷൈൻ വീട്ടിലില്ലാതിരുന്നതിനാൽ വീട്ടുകാർക്ക് പോലീസ് നോട്ടീസ് കൈമാറി. ഷൈൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് കുടുംബം അറിയിച്ചു. വൈകിട്ട് 6:30യോടെയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷൈൻ ടോം ചാക്കോയുടെ തൃശൂരിലെ വീട്ടിലെത്തിയത്. ഷൈൻ വീട്ടിലില്ലാത്തതിനാൽ ഷൈനിന്റെ പിതാവിനാണ് ഹാജരാവാൻ കാണിച്ചുള്ള നോട്ടീസ് പോലീസ് കൈമാറിയത്. നാളെ വൈകിട്ട് 3 മണിക്ക് തൃശൂർ നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയതെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണവുമായി പൂർണ്ണ സഹകരണമുണ്ടാകുമെന്നും നാളെ 3 മണിക്ക് തന്നെ ഷൈൻ കൊച്ചിയിൽ ഹാജരാകുമെന്നും ഷൈനിന്റെ പിതാവ് ചാക്കോ പറഞ്ഞു. രാമൻപിള്ളയാണ് അഭിഭാഷകനെന്നും നിലവിൽ നിയമോപദേശം തേടിയിട്ടില്ലെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസിനെ തന്നിരിക്കുന്നത് നാളെ 3 മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ. ഷൈൻ ഇവിടെ ഇല്ല. എത്ര മണിക്കാണ്? 3 മണിക്ക്. എവിടെ ഉള്ളതെന്ന് വിളിക്കുന്ന ആൾക്കാരും പറയുന്നില്ല. ഷൈൻ 3 മണിക്ക് അവിടെ എത്തും. നിലവിൽ ഷൈൻ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് കുടുംബം പറയുന്നത്. കൂട്ടുകാരുമായി ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നിലവിൽ ഷൈൻ പൊള്ളാച്ചിയിലുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഷൈനിനെ അന്വേഷിച്ചു പോകേണ്ടതില്ലെന്നും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയാൽ മതിയെന്നുമായിരുന്നു പോലീസിന്റെ തീരുമാനം. അതേസമയം വിൻസിയുടെ പരാതിയിൽ പരിശോധിക്കാൻ താരസംഘടനയായ അമ്മ നിയോഗിച്ച 3-അംഗ സമിതി ഷൈനിൽ നിന്ന് വിശദീകരണം കിട്ടിയ ശേഷം നടപടിക്കായി അഡ്നോക് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും. അൻസിബ, സരയു, വിനു മോഹൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. വിൻസി നേരത്തെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. നടി വിൻസി അലൂഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാത്ത നടപടിയെടുക്കും. നടൻ മോശമായി പെരുമാറിയെന്ന നടിയുടെ പരാതി സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന് ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം അഭിനന്ദാർഹമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു. തർക്കത്തിൽ പക്ഷം ചേർന്ന PV അൻവറും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള AP അനിൽകുമാർ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളത് ആര്യാടൻ ഷൗക്കത്തും DCC പ്രസിഡന്റ് VS ജോയിയുമാണ്. ഇരുവർക്കും വേണ്ടി പാർട്ടിയിൽ വലിയ സമ്മർദ്ദമാണ് ഉയരുന്നത്.
ഇതിനിടയിലാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ നീക്കവുമായി PV അൻവറും സജീവമാകുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ലെന്ന നിലപാടിലാണ് PV അൻവർ. അൻവറിനെ മയപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള AP അനിൽകുമാർ നടത്തിയ കൂടിക്കാഴ്ച പക്ഷേ വിജയം കണ്ടില്ല. VS ജോയി തന്നെ മത്സരിക്കണമെന്ന നിലപാട് ചർച്ചയിൽ അൻവർ ആവർത്തിച്ചു. എന്നാൽ യാദർച്ഛികമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും തന്റെ റിക്വസ്റ്റിൽ KPCC ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും PV അൻവർ പറഞ്ഞു. ഇതിനിടയിൽ ഏറനാട് MLA PK ബഷീർ ആര്യാടൻ ഷൗക്കത്തിനായി നേതൃത്വവുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. PV അൻവർ ഇടതുപക്ഷം വിട്ട അനുകൂല സാഹചര്യത്തിൽ എളുപ്പം വിജയം കാണാമെന്ന് പ്രതീക്ഷിച്ച UDF പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സാമൂഹ്യ സംഘടനയായ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ സുപ്രീം കോടതിയിൽ. ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കവെയാണ് കാസയുടെ നീക്കം. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. ഭേദഗതി നൂറുകണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നും മുനമ്പം നിവാസികൾക്ക് ഇത് നിർണായകമാണെന്നും കാസയുടെ അപേക്ഷയിൽ പറയുന്നു. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കാസ കക്ഷി ചേർന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഹർജി സുപ്രീം കോടതി ഇനി പരിഗണിക്കുന്ന 5 ഹർജികളിൽ ഇല്ല. എന്നാലും കക്ഷിചേരൽ നിലനിൽക്കുമെന്ന് കാസ അഭിഭാഷകർ പറയുന്നു. മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചതെന്ന് വരുത്തി തീർത്ത് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയാനും ഭേദഗതി റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ടുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് കാസ അറിയിച്ചു. നിയമ ഭേദഗതിയെ എതിർത്ത് 140-ലധികം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് ടോം ജോസഫ് എന്നിവർ കാസയ്ക്ക് വേണ്ടി ഹാജരാകും. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടന സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയതിനെ കേന്ദ്ര സർക്കാരും സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നും സർക്കാർ വിഷയം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കണം. കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും അന്തിമമെന്നും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ BJPയും RSSും ശ്രമിച്ചു. എന്നാൽ അത് വില പോയില്ല എന്നതിന്റെ തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവന. മുനമ്പം വിഷയം വേഗത്തിൽ പരിഹാരം കാണുക എന്നതാണ് പാർട്ടിയും സർക്കാരും ഉദ്ദേശിക്കുന്നതെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. ചേരിതിരിവ് ഇല്ലാതെ പൂർണ്ണമായ യോജിപ്പോടുകൂടി മതസൗഹാർദ്ദത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതിന് വേണ്ട സാവകാശം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഗവൺമെൻറ് ആ നിലപാടാണ് സ്വീകരിച്ചത്. തിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ BJPയും RSSും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പ്രതിരോധ മേഖലാ സഹകരണം ശക്തമാകുന്നു. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഖാരിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സൈനിക പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളും ഇക്കാര്യങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളും വിശകലനം ചെയ്തു. സൗദി ജനറൽ സ്റ്റാഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് അൽ റുവൈലി തുടങ്ങിയ സൗദി ഉന്നതരും ഇറാൻ നാവികസേന കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി, ഇന്റലിജൻസ് മേജർ ജനറൽ ഗുലാം മഹ്റാബി, അബുൽ ഖാസിം ഫൊറൂട്ടൻ തുടങ്ങിയ നിരവധി ഇറാൻ ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിലും ചർച്ചയിലും പങ്കെടുത്തു. ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് അലി ഖമാന, ഇറാൻ പ്രസിഡന്റ് മസൂദൈ പെസഷ്കിയാൻ തുടങ്ങിയവർ ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രത്യേകം ചർച്ച നടത്തി.
സൗദിയിൽ പാഴ്സൽ ഡെലിവറിക്ക് പുതിയ നിബന്ധനകൾ വരുന്നു. അടുത്ത വർഷം ജനുവരി മുതൽ പാഴ്സൽ ഡെലിവറിക്ക് നാഷണൽ അഡ്രസ് നിർബന്ധമാക്കാൻ സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി തീരുമാനിച്ചു. സൗദിയിൽ നടക്കുന്ന മുഴുവൻ പാഴ്സൽ ഡെലിവറി കമ്പനികളും നാഷണൽ അഡ്രസ് ഉൾപ്പെടുത്താത്ത കൊറിയറുകളും സ്വീകരിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുതെന്ന വ്യവസ്ഥ 2026 ജനുവരി 1 മുതൽ നടപ്പാക്കി തുടങ്ങുമെന്ന് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി. കഴിഞ്ഞ റമദാനിൽ സൗദിയിൽ ലൈസൻസുള്ള കമ്പനികൾ 2.6 കോടിയിലേറെ പാഴ്സലുകളും കൊറിയറുകളും വിതരണം ചെയ്തതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 18% കൂടുതലാണിത്. റിയാദിൽ സൗദി മതകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന റിയാദ് ഇന്ത്യൻ സഹ്ലാഹി സെന്റർ 40ാം വാർഷിക പ്രോഗ്രാമുകൾക്ക് പ്രൗഢോജ്വല സമാപനം. 40ന്റെ നിറവിൽ നവോത്ഥാനത്തിന്റെ പുതിയ കാലത്തേക്ക് എന്ന ശീർഷകത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഉദ്ഘാടനം ദവ ആൻഡ് അവയർനെസ് സൊസൈറ്റി ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ മർഷദ് നിർവഹിച്ചു. മുഹമ്മദ് സുൽഫിക്കർ ആമുഖ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഖയ്യൂം ബുസ്താനി അധ്യക്ഷത വഹിച്ചു. ISM സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹി, പ്രമുഖ വാഗ്മി അൻസാർ നന്മണ്ട എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നിർവഹിച്ചു. ഷെയ്ഖ് മാഹിർ ബിൻ അബ്ദുള്ള അൽഹമാമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലേൺ ദി ഖുർആൻ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷാ വിജയികൾക്കുള്ള 2.5 ലക്ഷം രൂപയുടെ സമ്മാന വിതരണവും റിയാദ് സലഫി മദ്രസ A+ നേടിയ കുട്ടികൾക്കുള്ള ആദരവും നൽകി. അബ്ദുൾ റസാഖ് സ്വലാഹി, ഹാഫിൽ ഫർഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ ആയിരങ്ങൾ പങ്കാളികളായി. ലഹരി വിരുദ്ധ എക്സിബിഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ലഹരിക്കെതിരെ പോരാടണമെന്നും ഗൂഢസംഘങ്ങൾ വീടുകളിലും കലാലയങ്ങളിലും പൊതുയിടങ്ങളിലും അഴിഞ്ഞാടുന്നുവെന്നും മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് ബാവ. മുനമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ദുഃഖവെള്ളി ദിനത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ വിവിധ കാതോലിക്ക സഭകൾ സംയുക്തമായി നടത്തിയ കുരിശിന്റെ വഴി പ്രചരണത്തിൽ സന്ദേശം നൽകുകയായിരുന്നു കർദിനാളും ആർച്ച് ബിഷപ്പും. പീഡാനുഭവ സ്മരണ പുതുക്കി ദുഃഖവെള്ളി ദിനത്തിൽ കത്തോലിക്ക സഭകളുടെ സംയുക്ത കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാണ് ആരംഭിച്ചത്. മലങ്കര സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലഹരിക്കെതിരെ പോരാടണമെന്നും ഗൂഢസംഘങ്ങൾ വീടുകളിലും കലാലയങ്ങളിലും പൊതുയിടങ്ങളിലും അഴിഞ്ഞാടുന്നുവെന്നും കർദിനാൾ മാർ ക്ലിമിസ് ബാവ ആമുഖ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. കുരിശിനെ മാനിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും വിവിധയിടങ്ങളിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർദിനാൾ ഓർമ്മിപ്പിച്ചു. ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് തുടങ്ങിയ കുരിശിന്റെ വഴി ആചരണം യൂണിവേഴ്സിറ്റി കോളേജ് കറങ്ങി നിയമസഭാ റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേർന്നു. സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എണ്ണിപ്പറഞ്ഞാണ് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ സമാപന സന്ദേശം നടത്തിയത്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, തൊഴിലും തീരവും ആഴക്കടൽ മത്സ്യ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കടൽ മണൽ ഖനനത്തിനെതിരെ പോരാടുന്ന തീരദേശ ജനത, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെയുള്ള പീഡാനുഭവത്തിന്റെ 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തി വിശ്വാസികൾ കുരിശിന്റെ വഴി ആചരണത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മധ്യകേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പീഡാനുഭവ സ്മരണകൾ പുതുക്കി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, യാക്കോബായ സഭ അധ്യക്ഷൻ ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാതൃ ഇടവകയായ വാഡൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. യാക്കോബായ സഭാധ്യക്ഷൻ ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ കോട്ടയം മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. കോട്ടയം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ വാഗമൺ കുരിശുമലയിലേക്ക് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. മലമുകളിലെ ചാപ്പലിൽ കുർബാനയും തീർത്ഥാടകർക്കായി നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കോലഞ്ചേരി ക്യൂൻ മേരീസ് പള്ളിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മലയാറ്റൂർ പള്ളിയിൽ പതിവ് പോലെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള വിശ്വാസികൾ കുരിശേന്തി മല കയറാനെത്തി. യേശുദേവന്റെ പീഠാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് കുരിശിന്റെ വഴിയിലൂടെ വിശ്വാസി സമൂഹം ചെയ്യുന്നത്. കുരിശിന്റെ വഴിക്ക് ശേഷം നഗരി കാണിക്കൽ പ്രദക്ഷിണവും ഖബറടക്ക ശുശ്രൂഷയും പൂർത്തിയായതോടെയാണ് ദുഃഖവെള്ളി ചടങ്ങുകൾ അവസാനിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മലബാറിലെ വിവിധ ദേവാലയങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ പീഡാനുഭവ വാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിട്ട IAS ഉദ്യോഗസ്ഥ ദിവ്യ S അയ്യർക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പരാതി നൽകിയത്. പോസ്റ്റ് രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണെന്നാണ് പരാതി. IAS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷത ദിവ്യ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകിയത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടു. IAS ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട 1968 പെരുമാറ്റച്ചട്ടം 5 എതിരാണ് ദിവ്യയുടെ നടപടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് KK രാഗേഷിനെ പദവിയിലേക്ക് നിയോഗിച്ചത്. ആ പദവിയെക്കുറിച്ചാണ് പോസ്റ്റിട്ടതെങ്കിലും അത് രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണ്. വ്യക്തിപരമായി പ്രൊഫഷണൽ അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ എന്തിനാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ചതെന്നും പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ചോദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന KK രാഗേഷിനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ചതിനെ തുടർന്നാണ് ദിവ്യ S അയ്യർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്. നേരത്തെ റവല്യൂഷണറി യൂത്ത് ഫ്രണ്ടും ദിവ്യക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. അവധിക്കാല ക്യാമ്പിൽ ആവേശമായി ഒളിമ്പ്യൻ PR ശ്രീജേഷ് എത്തി. കൊല്ലത്തെ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഹോക്കി പരിശീലന ക്യാമ്പിലാണ് കുരുന്നുകൾക്ക് മുൻ ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത്. ഹോക്കി പരിശീലന ക്യാമ്പിലേക്ക് PR ശ്രീജേഷ് എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. ജേഴ്സി അണിഞ്ഞ് വരിവരിയോടെ നിന്ന് അവർ കയ്യടിയോടെ പ്രിയതാരത്തെ സ്വാഗതം ചെയ്തു. പിന്നെ കണ്ടത് ആവേശത്തോടെയുള്ള സ്നേഹപ്രകടനങ്ങൾ. സ്വപ്നങ്ങൾ കാണണമെന്നും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അതികഠിനമായി പ്രയത്നിക്കണമെന്നും ശ്രീജേഷ് കുട്ടികളോടായി പറഞ്ഞു. അറിയപ്പെടുന്ന ഒരു ഹോക്കി താരമായി വളരാൻ എന്താണ് ചെയ്യേണ്ടതെന്നുമുള്ള അറിവും അവർക്കായി പകർന്നു നൽകി. ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള രീതിയിൽ സ്വപ്നം കാണാം. ഇവിടെ ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ചുമ്മാ കോട്ടയം പാടം കിട്ടുമെന്ന് വിചാരിച്ചോണ്ടൊന്നും ഇവിടെ പ്രാക്ടീസിന് വരരുത്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ സംശയങ്ങളുമായി കുട്ടികൾ. കളിയിലെ ബാലപാഠങ്ങൾ പറഞ്ഞു നൽകിയും ഓട്ടോഗ്രാഫ് നൽകിയും സെൽഫി എടുത്തും മുൻ ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ PR ശ്രീജേഷ് കുട്ടികൾക്കൊപ്പം കൂടി. ലഹരിയിലല്ല, സ്പോർട്സിലാണ് പുതിയ തലമുറ അടിമപ്പെടേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി. ശരിക്കും പറഞ്ഞ ലഹരിക്കല്ല, സ്പോർട്സിനാണ് കുട്ടികൾ അടിമപ്പെടേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിൽ ഹോക്കിക്ക് വേണം അടിമപ്പെടാൻ. അങ്ങനെ ഹോക്കി കളിക്കുകയാണെങ്കിൽ 2 നേരം സെഷൻ വെക്കുകയാണെങ്കിൽ കുട്ടികൾ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും
സോഷ്യൽ മീഡിയ വിട്ടിട്ട് ഗ്രൗണ്ടിൽ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇറങ്ങും. അത്ലറ്റിക്സിൽ നിന്നും ഹോക്കിയിലേക്ക് കൈപിടിച്ചു നയിച്ച കോച്ച് എസ് ജയകുമാറും ജൂനിയർ ടീമിൽ ആദ്യമായി കളിച്ചപ്പോൾ കോച്ചായിരുന്ന രവിവർമ്മ CS-ഉം ശ്രീജേഷിനോടൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലം ഹോക്കിയും IREയും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഹോക്കി ക്യാമ്പ് നടത്തി വരുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.